മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വളരെ പഴക്കം ചെന്ന എന്താ പറയുക, വളരെ നാടനായിട്ടുള്ള പണ്ട് തൊട്ടേ ഇങ്ങനെ തലമുറകൾ കൈമാറി വന്ന ഒരു വിഭവമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഈ പേര് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാര്യം ചില പരിപാടികളിലെല്ലാം എന്താ പറയുക, ചില ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തര പരിപാടികളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഐറ്റം? മുളകോശ്യം. മുളകോശ്യം എന്ന് പറഞ്ഞാൽ ഒരു മുളക് ചേർന്ന് വരുന്ന ഒരു തൊട്ടുകറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. ഇച്ചിരി എരിവുള്ളൊരു നല്ല കറിയാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ 2 പച്ചക്കറികൾ ചേർത്ത് ചെയ്യുന്നൊരു മുളകോശ്യം. അത് ഒന്ന് ചേനയും പിന്നെ ഒന്ന് പച്ച ഏത്തക്കയും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച ഏത്തക്ക തൊലി കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 2 കപ്പ്. ചേന ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്. വറ്റൽ മുളകോ പിരിയൻ മുളകോ 10 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്. മുഴുവൻ കുരുമുളക് 1.5 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. നെയ്യ് 1 ടീസ്പൂൺ. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. കറിവേപ്പില ആവശ്യത്തിന്. വെള്ളം 2 കപ്പ്. അപ്പോൾ നമ്മളിനി മുളകോശ്യം തയ്യാറാക്കാൻ പോവാണ്. അത് ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വേവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. ഒന്ന് ചേന, ഇത് ഏതാണ്ട് 1 കപ്പോളം ഉണ്ട്. ചെറിയ ചതുര കഷ്ണങ്ങൾ. നല്ല വേഗുന്ന ചേനയാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കും, വെള്ളം കൂടുതൽ വേണ്ടി വരും. പിന്നെ പച്ച ഏത്തക്ക, ഇത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വെള്ളം മാറ്റിയതേ ഉള്ളൂ അതിൽ നിന്നും. ഇത് പച്ച ഏത്തക്ക ഏതാണ്ടത് 2 കപ്പോളം ചതുര കഷ്ണം ചെറുതായിട്ട്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിനോടൊപ്പം 2 കാര്യം. ഒന്ന്, നമ്മളുടെ വറ്റൽ മുളക്. വറ്റൽ മുളക് എന്ന് പറഞ്ഞാൽ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പിരിയൻ മുളക്, കാശ്മീരി ചില്ലി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ അരി മാറ്റിയിട്ട് അതിൻ്റെ തൊലി ഭാഗം മാത്രം എടുത്തിട്ട് എടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അകത്ത് അരിയും കൂടി ചേർക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് അതിൻ്റെ തൊലി മാത്രം. അതോടൊപ്പം ഒരു 1.5 ടീസ്പൂൺ, ചെറിയ സ്പൂൺ 1.5 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത മസാല പേസ്റ്റ് അതും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം, അതായത് വേകാൻ ആവശ്യമായി കുറച്ച് ചാറ് ബാക്കി വരണം. അപ്പോൾ ഇത് മുളകിൻ്റെ അരിയൊന്നുമില്ല, അതിൻ്റെ തൊലിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കളറ് കിട്ടും, പക്ഷെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വലിയ പാടായിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ 10 വറ്റൽ മുളകാണ് പിരിയൻ മുളക്. ഇനി ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ നല്ല പശുവിൻ്റെ 1 ടീസ്പൂൺ അതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേനയൊക്കെ വെന്ത് കിട്ടും. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗത്തെ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം വരെ ആകാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകിയ പാകമായി വരണം. പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് വേഗട്ടെ. നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് പാകത്തിന് ചാറെല്ലാം കുറുകി വരുന്ന ഒരു പാകമായി കഴിഞ്ഞ് ഞാൻ അടപ്പൊന്ന് മാറ്റി. പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് നെയ്യും കൂടി ചേർത്ത് വേവിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചേനയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കണ്ടു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കും. ഇത് ഇച്ചിരി സ്പൈസിയാണ്. ഞാനിപ്പോൾ വറ്റൽ മുളകിൻ്റെ പിരിയൻ മുളകിൻ്റെ അരിയെല്ലാം മാറ്റി തോട് മാത്രമാണ് എടുത്തത്. കുരുമുളകിൻ്റെ എരിവുണ്ട്, അതിൻ്റെ അളവ് അതനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ വറ്റൽ മുളക് 10 എന്നുള്ളത് 6 7 ഒക്കെ ആക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതൊരു അച്ചാർ പോലെ ശരിക്കും നല്ല എരിവായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കാര്യമല്ല. ഇപ്പം എൻ്റെ നാട്ടിൽ മാവേലിക്കര ഭാഗത്തൊക്കെ കുറച്ച് പോപ്പുലറായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ഈ മുളകോശ്യം. പിന്നെ അവസാനത്തെ മിനുക്ക് പണി കുറച്ച് നിറച്ച് പച്ച വെളിച്ചെണ്ണ. ഇത് കടുക് താളിക്കൽ പരിപാടിയൊന്നും വേണ്ട, കുറച്ച് പച്ച വെളിച്ചെണ്ണയും. അപ്പോൾ ഈ വറ്റൽ മുളകിൻ്റെയൊക്കെ ഒരു കുത്തലൊക്കെ മാറി കിട്ടും. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും എന്നിട്ടൊന്ന് ഇളക്കി മാറ്റാം. തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. അപ്പം നല്ല പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണം. വേറെ ഒന്നും ചെയ്യാനില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ മുളകോശ്യം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു വ്യത്യസ്തമായൊരു സ്വാദായിരിക്കും. ഒരു പക്ഷേ പരിചയമില്ലാത്തവർക്ക് ഇതൊരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള വിഭവമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എരിവെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. പിന്നെ ഇത് പഴക്കം ചെന്ന പഴയ ഒരു രീതിയിലുള്ള ഒരു വിഭവം. ഇനി ഇതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ ആധുനീകരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിലിച്ചിരി ഒരു പുളിയുടെ അംശമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു സ്വാദായി മാറും. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് ഇത് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. എന്തായാലും പരീക്ഷിക്കാൻ പറ്റിയൊരു വിഭവമാണ്. പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടമാവും.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.